എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലട പ്രഥമൻ. പാലടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ചെറിയ സൈസ് അരിയട, 500 ഗ്രാം പഞ്ചസാര, 3.5 ലിറ്റർ കട്ടിയുള്ള പാല്. ഇനി പാലട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം അട വേവിച്ചെടുക്കാം. അട വേവിക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 3.5 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 200 ഗ്രാം ചെറിയ സൈസ് അരിയട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അട വെന്തോന്നൊന്ന് നോക്കാം. അട പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇത് പൊട്ടിപ്പോകാതെ 2-3 തവണ കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. പായസത്തിൽ ചേർക്കാൻ സമയമാകുമ്പോൾ കോരിയെടുത്താൽ മതി. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3.5 ലിറ്റർ പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് പുറത്തേക്ക് പോകാതെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് 4/1 ഭാഗം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പാല് വറ്റി 3/4 ഭാഗമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് സമയം കൂടി വേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലേശം ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പാലട പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം. ചൂടാറി വരുമ്പോൾ പായസത്തിന് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാല് ചേർത്ത് ലൂസാക്കാവുന്നതാണ്.